അപ്പോൾ ടോമി, യു കെയിൽ അത് അങ്ങനെയാണ്, എന്നാൽ നാട്ടിൽ അത് അങ്ങനെയല്ല. അപ്പോൾ യു കെയിൽ എന്ത് കാര്യമാണ് ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ നമുക്ക് കണ്ടുവരുവാൻ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്? മെയിൻലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതിലും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലും കാര്യമാണ് ട്രാഫിക്. മെയിൻലി ഏയ്. നമ്മുടെ റോഡ് ഉം, ഉം, ഉം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് സിസ്റ്റമാണ് ഉം, ഉം, ഉം. നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതെ അതെ. ഇപ്പോൾ താങ്കൾക്കറിയായിരിക്കും, യു കെ, യൂറോപ്പ്, എന്തിന് ഗൾഫ് രാജ്യങ്ങൾ ഉം. തന്നെ ഒരു നേരായ ഒരു ദിശയിലോട്ടാണ് ഓരോ വണ്ടികളും പോകുന്നത്. അതെ. നമ്മുടെ റോഡുകൾ നോക്കിയാൽ അറിയാൻ പറ്റും ആൾക്കാർ എങ്ങനെ തന്നെ വണ്ടി ഓടിക്കുന്നു എന്ന് അവർക്ക് പോലും ഒരു നിശ്ചയമില്ല. ഉം. പ്രത്യേകിച്ച് വഴിയാത്രക്കാർ, നടപ്പാത പെഡസ്ട്രിയൽസ്. അതെ. പെഡസ്ട്രിയൻസ്, അതെ. ഉം. കൊച്ചു കുട്ടികളധികം റോഡ് ക്രോസ് ചെയ്യുന്നത് പോലും ചുറ്റിനും നോക്കാതെയാണ്. അപ്പോൾ അതെ. ട്രാഫിക്കിൽ നമുക്ക് വളരെയധികം മുന്നേറാനുണ്ട്. അത് ഉം, ഉം, ഉം. നമ്മുടെ ആം, നാട്ടിലെ തന്നെ മരണനിരക്കുകൾക്ക് ഒരുവിധം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഞാൻ ഉം, ഉം, എപ്പോഴും ഉം. ഞാനും ഈ ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. എനിക്കറിയാം ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും സൗകര്യക്കുറവുകളെല്ലാം. പക്ഷേ കാലം മാറി. അതെ. അപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പോയ നാൾ തൊട്ടേന്നും നമ്മുടെ കൊച്ചു ഗ്രാമം എങ്ങനെയായിരുന്നു അതേ രീതിക്ക് തന്നെയാണ് ഇപ്പോഴും ഉം, പോയിക്കൊണ്ടിരിക്കുന്നത്. ഉം, ഉം. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇതുവരെയ്ക്കും കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഉം. അതിലൊരു മാറ്റം വരികയാണെങ്കിൽ അവിടെയും വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പിന്നെന്താണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം. ഉം, ഉം. അവിടെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ നാട്ടിൽ പഴയ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടുവരുന്ന ഉം, ഒരു ഉം, ഉം. മെത്തേഡാണ് നമ്മളെപ്പോഴും കണ്ടുവരുന്നത്. ഉം. രാവിലെ സ്കൂളിൽ പോകുന്നു, സ്കൂൾ കഴിഞ്ഞ് നേരെ വരുന്നു, ട്യൂഷന് വിടുന്നു, ഉം. പിന്നെ വരുന്നു, പഠിക്കുന്നു, കിടന്നുറങ്ങുന്നു. അതെ. കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് മാതാപിതാക്കൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അതിലോട്ട് കുട്ടികളെ വഴിതിരിച്ച് വിടുന്നില്ല. സ്കൂൾ സിസ്റ്റമായാലും കഴിവുള്ള കുട്ടികളെ വാർത്തെടുത്ത് അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു ചാൻസസ് കൊടുത്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ സ്പോർട്സ് സിസ്റ്റം തന്നെ മാറ്റം ഉണ്ടാകാൻ സാധിക്കും. യു കെയിൽ അതേ സിസ്റ്റമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉം, ഉം. ഒരു കുട്ടിക്ക് ക്രിക്കറ്റിനോടാണ് താല്പര്യമെങ്കിൽ അവനെ ചെറുപ്പത്തിലെ ക്രിക്കറ്റ് അവനിലെ കഴിവിനെ വാർത്തെടുത്ത് അവിടുത്തെ കൗണ്ടി ഉം. ക്രിക്കറ്റിലായാലും നാഷണൽ ലെവലിലായാലും അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഉം, ഉം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുണ്ട്. ഓക്കെ. ആ, പിന്നെന്താണ്? ഞാനിപ്പോൾ പറയുവാണെങ്കിൽ, ടോമി പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാഫിക് റൂൾസ് അതെ. വയലേഷൻസ്. ഉം. അപ്പോൾ ഞാൻ കണ്ടുവരുന്ന പറഞ്ഞാൽ അവിടുത്തെ നമ്മുടെ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ വേറെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് രീതിക്ക് റോഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ ഒരുപാട് വൈഡാക്കാൻ പറ്റില്ല. അതൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ല, നെഗറ്റീവ് ആണോ വെച്ചാൽ ആണ്. അപ്പോൾ നമ്മുടെ പരിമിതികളുണ്ടല്ലോ, അതിലാണ് റോഡ് നിൽക്കുന്നത്. പക്ഷേ ചെയ്യേണ്ടത് ഡിസിപ്ലിൻ. ഓരോ വ്യക്തിയും അയാൾ ഓടിക്കുന്ന വാഹനം ആ ഡിസിപ്ലിനിൽ ഓടിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ ആക്സിഡൻറ്റ്സ് അറ്റ് ഓൾ. അത് ആണ് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പെഡസ്ട്രിയൻസ് അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെയും കുറച്ച് ആക്സിഡൻറ്റ്സ് കുറയ്ക്കും. ഇപ്പോൾ റോഡ് ക്രോസിങ്ങിന് അതിനുള്ള പ്രോപ്പർ സിഗ്നൽസ് ഉണ്ട്. ആ ഒരു സിഗ്നൽ ഫോളോ ചെയ്താൽ തന്നെ അവിടെ കാര്യങ്ങൾ മാറ്റം വന്നു. ഉം. പിന്നെ പറഞ്ഞു വന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു മുട്ടായി കഴിച്ചാൽ അതിൻ്റെ ബാക്കി കവറ് പോക്കറ്റിലിട്ട് പോകും. അപ്പോൾ ചോദിക്കാറുണ്ട് പലരും, അതെന്താ നീ പോക്കറ്റിലിട്ടെ? അതെൻ്റെ ഇഷ്ടം. സോ യു നോട്ട് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇത് ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഐ വിൽ ത്രോ വെൻ ദ dump boards. Where is the dump boards I will find. Then only I will throw it. I will never throw in the കോമൺ പ്ലേസ്. common places. ആക്ച്വലി ഈ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ടുള്ളൊരു
സിസ്റ്റം ജനതകൾക്ക് മുന്നിൽ കിട്ടാത്തത് കൊണ്ടാണ് ഈ പറയുന്ന 50% ആൾക്കാർ കിട്ടുന്ന വേസ്റ്റിനെ അതുപോലെ പബ്ലിക് പ്ലേസിലോട്ട് ത്രോ ചെയ്യുന്നത്. ഉം. അതിൻ്റെ കാരണം എന്താണ്? ഒന്നുകിൽ അവിടെ എറിയുക, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോവുക, അവിടുത്തെ ബിന്നിലിടുക. ഈ ബിന്ന് എവിടെ കളയും? ഉം. ആ അതാണല്ലോ. ഈ ബിന്ന് എവിടെ കളയും? അത് എന്തായാലും ഒന്നില്ലെങ്കിൽ അവർക്ക് കത്തിച്ച് കളയണം. അതിലുമുണ്ട് മറ്റ് പല ദോഷകരമായിട്ടുള്ള അപ്പോൾ വസ്തുതകളെല്ലാം. പിന്നെ ട്രാഫിക്കിൻ്റെ കേസ് പറഞ്ഞു വരുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പുതിയ റോഡ് പണിതു. അതെ, അതിലുണ്ടായ അപാകതകളെല്ലാം താങ്കൾക്കറിയാമല്ലോ. അറിയാം. ഞാൻ പലതവണയായിട്ട് ട്രിവാൻഡ്രം സിറ്റിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ഓരോ റോഡിലോടും നമ്മൾ പുതിയ റോഡിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ എക്സിറ്റിലോട്ട് പോകുമ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്പേസ് എക്സിറ്റ് ആവുന്നവർക്കോ ആ റോഡിലോട്ട് എൻ്റർ ചെയ്യുന്നവർക്കോ കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു എൻ്റർ കൊടുത്തിട്ട് മെയിൻ റൂട്ടിലോട്ട് അവർ ആഡ് ആവാണ്. അവിടെ നിന്ന് തന്നെ വലിയൊരു കൊളിഷനുള്ള ചാൻസസ് ഉണ്ട്. റിംഗ് റോഡാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വഴി. തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിൽ ഇത്രയും നാളായിട്ടും അത് ആയിട്ടില്ല. അതാണ് ടോമിയോട് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ അത്രയും സ്ഥലം ഇല്ല. ഇത്രയും സ്ഥലം തന്നെ എടുത്ത് എത്ര കഷ്ടപ്പെട്ടാന്ന് അവർക്ക് തന്നെ അറിയുള്ളൂ. സോ ആ ഒരു വൈഡായിട്ടുള്ള ഏരിയ നമുക്കില്ല. അതുകൊണ്ടാണ് അപ്പോൾ അത് ഉള്ളതുപോലെ ചെയ്തു. പക്ഷെ അവിടെ ചെയ്യേണ്ട കുറച്ചുകൂടെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യണം. തീർച്ചയായിട്ടും അത് നിസ്സാരമായി കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ല. കാരണം പുതിയ റോഡിലൂടെ പോകുന്ന വണ്ടികളെല്ലാം 80 കിലോമീറ്റർ 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടികളാണ്. ഒരു 2 വീലർ വാഹനം മെയിൻ റോഡിലോട്ട് എൻ്റർ ആകുമ്പോഴത്തേക്കും കൃത്യമായ സ്പേസ് അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം അപകടത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെല്ലാം നല്ലൊരു മാറ്റം വരണം. സ്പേസ് ഇല്ല എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ഇതിലുപരി പല മറ്റ് രാജ്യങ്ങളിലും ഇല്ലാത്ത സ്പേസിനെ ബിൽഡ് ചെയ്ത് അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസ് വളരെ മെച്ചപ്പെട്ടതാണ്. അതെ. അപ്പോൾ ഈ ഒരു പറയുന്ന ആസ്പെക്റ്റ്, അതായത് ഒരു മോട്ടോർ സൈക്കിൾ റോഡിലോട്ട് എൻ്റർ ആകുമ്പോൾ മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനം യാത്ര ചെയ്യുന്ന ആൾക്ക് കോൺഷ്യസ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മേ ബി ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം, മേ ബി സം ഡിസ്ട്രാക്ഷൻസ് വിൽ ബി ദർ. അപ്പോൾ അവിടെ ഈ പറയുന്ന ഗവൺമെൻറ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരാൾ എൻട്രി ചെയ്തിട്ട് ട്രാക്കിലോട്ട് പ്രോപ്പർ റോഡിലോട്ട് വരുന്നതിന് മുമ്പ് കൊടുക്കേണ്ട കുറച്ച് സ്പേസ് ഉണ്ട്. എക്സാക്ട്ലി ആ സ്പേസ് അവിടെ ഫില്ല് ചെയ്താൽ തന്നെ ഇറ്റ്സ് ക്ലിയർ. അതെ, ഇതാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു. തീർച്ചയായിട്ടും അത് മാറിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതെ, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും.